ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഇറച്ചി പത്തിരിയാണ്. ഇതിന് വേണ്ടിയിട്ട് 350 ഗ്രാം ചിക്കനും 5 മുട്ടയും കറിവേപ്പിലയും ചപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ഗ്ലാസ് പാലും കുറച്ച് നെയ്യും ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 380 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുള്ള ചപ്പും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 6 പത്തിരിക്കുള്ള മൈദ എടുത്തിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനൊരു 6 പത്തിരിയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം. ചട്ടിപ്പത്തിരിക്ക് ചെയ്യുമ്പോൾ ലെയറായിട്ട് പരത്തിയെടുത്താൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പാന് ചൂടായതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ചുടുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയിലൊന്ന് പത്തിരി മുക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 6 ലെയറും ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 6 പത്തിരിയും ലെയറായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. സ്പൈസി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി കുറച്ച് മുട്ടയുടെ മിക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 ലെയറും ചെയ്തതിന് ശേഷം ഒരു ഭാഗം കുക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം ഒരു സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 1/4 മണിക്കൂർ കുക്ക് ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.